അപ്പോൾ ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ലാലേട്ടൻ രാജിവെച്ച വാർത്തയായിരുന്നു അല്ലേ. അപ്പം ലാലേട്ടൻ രാജിവെച്ച വാർത്ത, എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെച്ചു. എനിക്ക് തോന്നുന്നു വാർത്താ പ്രാധാന്യം നേടിയത് ലാലേട്ടൻ രാജിവെച്ചു അതായത്. അപ്പം ലാലേട്ടൻ രാജിവെച്ചതിന് ശേഷം പലരും അഭിപ്രായം പറഞ്ഞു, ഒളിച്ചോടി ഇതാണ് എന്ന് പറഞ്ഞു. തുറന്നു പറയണമായിരുന്നു. മമ്മൂട്ടി ലാലേട്ടൻ പ്രതികരിക്കുന്നില്ല, എന്തിനീ സംഘടന എന്ന് ചോദിച്ചവരാണ് ഇപ്പം ചോദിക്കുന്നത്. ലാലേട്ടൻ എന്തിന് രാജിവെച്ചു എന്ന് പറയും. ഇത്രയും നാൾ രാജിവെക്കണമെന്നാണ് പറയുന്നത്, എന്തിന് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നു. ഇപ്പം രാജിവെച്ചപ്പം ചോദിക്കുന്നു എന്തിന് രാജിവെച്ചു എന്ന് ചോദിച്ചു. അത് പലരും ഉണ്ട്, ഷിമ്മി തിലകൻ ഉൾപ്പെടെയുള്ള പലരും ചോദിക്കുന്നത് കേട്ടു എന്തിന് രാജിവെച്ചു. ഇവർ ഇത്രയും നാൾ വിമർശനം ഉന്നയിച്ചവരാണ്. അപ്പം അവരുടെ ഉദ്ദേശം, ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ചില തൽപര കക്ഷികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലാലേട്ടനെ പോലെ ഒരു മഹാനടൻ ഇതിനകത്ത് ഇരിക്കണം, കിട്ടുമ്പോഴൊക്കെ വിമർശിക്കാം എന്നായിരുന്നു ഉദ്ദേശം. അത് മനസ്സിലാക്കി തന്നെയാണ് മമ്മൂട്ടി നേരത്തെ തന്നെ പിന്മാറി. പിന്നെ എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് ലാലേട്ടൻ ഇതിനകത്ത് പ്രസിഡൻ്റായിട്ടിരുന്നത്. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊക്കെ പറഞ്ഞു എനിക്ക് മാറണം താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പം എല്ലാവരും കൂടെ അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് അവിടെ ഇരുത്തിയത്. ലാലേട്ടനൊന്നും ചെയ്യേണ്ട, സെക്രട്ടറി ഉണ്ട്, ഒന്ന് നേതൃത്വ സ്ഥാനം വഹിച്ചാൽ മതി. അന്നത്തെ കാരണം എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മമ്മൂട്ടിയോ ലാലേട്ടനോ പറഞ്ഞാൽ മാത്രമേ ഈ 560 അംഗങ്ങളോളം ഉണ്ട്. ഈ അംഗങ്ങളെല്ലാം ഒരുമാതിരി അനുസരിക്കുന്ന ഇവർ രണ്ടുപേരും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ബാക്കി ആര് പറഞ്ഞാലും ഇവരാരും അനുസരിക്കാൻ സാധ്യത ഒട്ടുമില്ല. അപ്പം മമ്മൂട്ടിയുടെയും കൂടെ നിർബന്ധപ്രകാരമാണ് മോഹൻലാൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രസിഡൻ്റ് ആകാം എന്ന് സമ്മതിച്ചത്. അത് ഇത്രയും ഏടാകൂടത്തിലേക്ക് അദ്ദേഹത്തെ ചെന്നെത്തിക്കുമെന്നും അദ്ദേഹം ഓർത്ത് കാണത്തില്ല. ഏതായാലും എനിക്ക് തോന്നുന്നു ഗോള് തിരിച്ചടിക്കുകയാണ് ലാലേട്ടൻ. തൻ്റെ കോട്ടിലുള്ള പന്ത് തിരിച്ച് എതിർ പോട്ടിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുകയാണ്. ഇനിയാണ് കളി കാണാൻ കിടക്കുന്നത് അല്ലേ. ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗണേശൻ ചില വാചകങ്ങൾ പറഞ്ഞു. ഗണേശൻ പറഞ്ഞത് അമ്മ എന്ന് പറയുന്ന സംഘടന മമ്മൂട്ടിയും ലാലേട്ടനും നേതൃസ്ഥാനത്തില്ലെങ്കിൽ അത് തീർന്നതുപോലെയാണ് എന്നാണ് പറഞ്ഞത്. അതൊരു പരിധിവരെ ശരിയായില്ല. കാരണം ഇത്രയും അംഗങ്ങളെ, പ്രത്യേകിച്ച് ഈഗോ ഉള്ളതാണ്, നടന്മാരെന്ന് പറയുന്നത് ഈഗോ ഉള്ളതാണ്. അവരൊക്കെ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഈഗോ, ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ ഇടയിൽ ഈഗോയുടെ കാര്യത്തിന് യാതൊരു കുറവും വരുത്തില്ല. അതിനിടയിൽ പല അംഗങ്ങളും കൂടെ ചേരിതിരിഞ്ഞ് മത്സരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് സംഘടനയുടെ പ്രവർത്തനത്തെ പ്രശ്നമാണ്. ഇപ്പം പലരും പറയുന്നത് കേട്ട് അമ്മ സംഘടന ഏത് കാര്യത്തിനും പ്രതികരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്കത് മനസ്സിലാകുന്നില്ല, എന്ത് കാര്യത്തിന് പ്രതികരിക്കണമല്ലേ. അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ക്ഷേമ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെയുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിൽ ഇവരെല്ലാവരും കൂടെ കൊല്ലത്തിലൊരിക്കലും ഒന്നിച്ചു കൂടുന്നു, ഒന്ന് ആഘോഷിക്കുന്നു, പല പല സിനിമാ സെറ്റിലായിരിക്കും ഇവരെല്ലാം. എല്ലാവരും കൂടെ ഒന്ന് കണ്ടുമുട്ടുന്നു, ഞങ്ങൾ സിനിമയിൽ തന്നെ ഉള്ളവരാണെന്ന് ഊട്ടി ഉറപ്പിക്കുന്നു, തിരഞ്ഞെടുപ്പ് നടത്തുന്നു, അതിൻ്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അതിലുപരി എനിക്ക് തോന്നുന്നു പ്രാധാന്യമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് 150ഓളം പേർക്ക് 5000 രൂപ വെച്ച് ഒരു മാസം ഇവർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. കൈനീട്ടം എന്ന പേരിലാണ് കൊടുക്കുന്നത്. അത് അവശ്യരായി നിൽക്കുന്ന കലാകാരന്മാർക്കാണ് കൊടുക്കുന്നത്. അവർക്ക് മരുന്നിന് പോലും കാശില്ലാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോഴാണ് സാമ്പത്തികത്തിൻ്റെ ഭയങ്കര ഇത് നടന്മാർക്കൊക്കെ കിട്ടി തുടങ്ങിയത്. നേരത്തെ ഒന്നും അതില്ല. അങ്ങനെ ആവശ്യത അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് ഒരു സഹായം 5000 രൂപ വെച്ച്. എനിക്ക് തോന്നുന്നു ഏകദേശം 7 ലക്ഷം രൂപയോടും അതിന് ചിലവ് വരും ഓരോ മാസം. അതുപോലെ ഓരോ അംഗങ്ങളുടെ പേര് ഇൻഷുറൻസ് ഉണ്ട്. അവർക്ക് വല്ല അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് ചികിത്സിക്കാനുമൊക്കെ വേണ്ടി ഇൻഷുറൻസ് സഹായം, അതുപോലെ വയ്യാതെ കിടക്കുന്നവർക്ക് ധനസഹായം, അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ, ഇപ്പം പ്രളയം നടന്നു, വയനാട് ദുരന്തം നടന്നു, ഇതിനൊക്കെ ഇവർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പം അതിനെയെല്ലാം മറന്നു ഇങ്ങനെ ഒരു കാര്യത്തിന് കാര്യമില്ല. ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ചോ മമ്മൂട്ടിയെ സംബന്ധിച്ചോ ഈ പ്രമുഖ ഈ യങ് സൂപ്പർ സ്റ്റാറുകളെ സംബന്ധിച്ചോ
അവർക്കൊന്നും ഈ അമ്മ സംഘടനയുടെ ആവശ്യമില്ല. കാരണം അവർക്ക് പെൻഷനോ ഒന്നും വേണ്ട, അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിൽക്കുന്നവരാണ്. ഇതിനാവശ്യമുള്ളത് ഈ അവശരായ ചിലർക്കാണ്. അപ്പം അവരുടെ കഞ്ഞിയിൽ വെള്ളം ഇടുന്ന ഒരു സംഗതി ഇതാണ് ഇപ്പം നടന്നു വരുന്നത്. ഇത് അനാവശ്യമായിട്ട് ഈ മാധ്യമങ്ങളായാലും ചില വ്യക്തികളായാലും അത് പെരുപ്പിച്ച് കാണിച്ച് മോഹൻലാലിനെ കൊണ്ട് രാജിവെപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. മോഹൻലാലിന് എന്ത് നഷ്ടപ്പെടാൻ? ഒന്നും നഷ്ടപ്പെടാനില്ല. ലാലേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം പലരോടും പറഞ്ഞതായിട്ട് പറയുന്നു, ഞാനിതിനകത്ത് വന്നു, ഈ ബഹളത്തിലോ പ്രശ്നത്തിലോ ഒന്നും ഇടപെടാൻ എനിക്ക് ആഗ്രഹമില്ല. ഇത് ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യത്തിനെല്ലാം ഈ ഉത്തരവാദിത്വം വഹിക്കണം, പ്രസിഡന്റ് ഉത്തരവാദിത്വം വഹിക്കണം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. അതെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒഴിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം പലരും പറയുന്നതാണ്, ലാലേട്ടൻ ഒഴിഞ്ഞു പോകണം, എന്തിനാവശ്യമില്ലാതെ ഇത് ചീത്ത വിളിയൊക്കെ കേൾക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അമ്മ പ്രസിഡന്റ് എന്ന രീതിയിൽ ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്നതല്ലേ, അത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പം ഗണേശൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ സംഘടനയെ പറ്റി. അത് തുടങ്ങി വെച്ചത് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ പങ്കിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. എല്ലാ കാറും സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ചു, എറണാകുളത്ത് പോയി VTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാനാടി താമസിച്ചു. എല്ലാവരുടെയും മാമുപ്പയെ അടക്കം ഇവിടെ എല്ലാ ഇന്നസെന്റ് അടക്കമുള്ള വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ ശിഥിലമാണ്. 130 പേർക്ക് മാസം 5000 രൂപ വെച്ച് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പഴയ നവീനവന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിനെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമവും. പണിക്കർക്ക് അറിയാം, ഓമന ചേച്ചിക്ക് അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെ 50,000 രൂപ, മോഹൻലാലിൻ്റെ 50,000 രൂപ, മമ്മൂട്ടിയുടെ 50,000 ഈ 1.5 ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച പ്രസ്ഥാനം. അതിൻ്റെ കാര്യം പോയി. എല്ലാവർക്കും അതിന് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഞാൻ എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പിളരാക്കി ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി VTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാനാടി താമസിച്ചു. എല്ലാവരുടെയും മാമുപ്പയെ അടക്കം ഇവിടെ എല്ലാ ഇന്നസെന്റ് അടക്കമുള്ള വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ ശിഥിലമാണ്. ഒരു സംശയം വേണ്ട. അതിന്റെ കാറ്റ് പോയി. നമുക്ക് അതിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവരുടെ കയറി കൊണ്ട് നമുക്കറിയാം, നമ്മളിതിന്റെ കാറ്റ് പോയി. അത് നശിപ്പിക്കണമെന്ന് കുറെ ആൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. കാരണം 150ഓളം ആളുകൾ വിഷമം പറയുന്നത് 130 പേർക്ക് മാസം 5000 രൂപ വെച്ച് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പഴയ നവീനവന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിനെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമവും വളരെ വേദനയുണ്ട്. കാരണം 5000 രൂപ കൊടുക്കുന്ന അത്ര എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ് ഇവർക്കെല്ലാം എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നത്. ഇത് വളരെ നിസ്സാരമല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതൽ. ഞാൻ പിന്നീട് പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 4 കോടി 5 കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നടത്തിക്കൊണ്ട് പോകാം. കാരണം 130 പേർക്ക് 5000 വെച്ച് കൊടുക്കണം. ഇത് കൂടാതെ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കണം. ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ കൊടുത്ത് സഹായിക്കണം. ഞാനുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി നിന്നെങ്കിൽ അതിനെ ആർക്കും നയിക്കാനൊക്കില്ല. അപ്പം ഗണേശൻ പറഞ്ഞ പ്രകാരം ഈ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്നുള്ളൊരു സത്യമാണ്. ഞാൻ നിസ്സാരൊരു കാര്യം പറയാം. ഇപ്പം കഴിഞ്ഞ തന്നെ മഴവിൽ അഴകിലമ്മ എന്ന് പറയുന്നൊരു പരിപാടി വയനാടുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഈ അമ്മയുടെ ഫണ്ടിന് വേണ്ടി അവർ നടത്തി. അപ്പോൾ അവിടെ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ വരുന്നതുകൊണ്ടാണ് ആൾക്കാർ കൂടുന്നത്. അല്ലാതെ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ കൂടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം അവിടെ ഇവരെ എല്ലാവരും ഒന്നിച്ച് കാണാനും ഒക്കെ ഒരു സന്തോഷമാണ് ആൾക്കാർക്കുണ്ടാകും. അപ്പോൾ ഒരു പരിപാടി വിജയിക്കണമെങ്കിൽ ഇവരുടെ 2 പേരുടെയും അത്യാവശ്യ സാന്നിധ്യം ഉണ്ടായേ പറ്റൂ. ഇനിയും ഇവർ 2 പേരും മാറി നിന്നതിന് ശേഷം ഇത് എന്തുമാത്രം ആക്റ്റീവാകും എന്നൊന്നും എനിക്കറിയില്ല ഇതിനകത്ത്. ഇപ്പം മോഹൻലാലാണെങ്കിൽ ഭയങ്കര ആക്റ്റീവ്. അദ്ദേഹം പല കാര്യത്തിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് വരെ ഹെലികോപ്റ്റർ വരെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഈ യോഗത്തിൽ മാത്രം പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിലവിലാണ് വരുന്നത്.
അപ്പോൾ അതുപോലെ എത്ര പേര് ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അതുപോലെ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കൊടുത്ത് 50,000 രൂപ വെച്ച് 1.5 ലക്ഷം രൂപയിലാണ് ഞാനിത് തുടങ്ങിയതെന്ന് ഗണേശൻ പറയുന്നുണ്ട്. അതിനുശേഷം സംഘടന ഒത്തിരി വളർന്നു. ഇപ്പം ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കെപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്, ഒരു സംഘടനയിൽ ഇപ്പം BJPയിലോ കോൺഗ്രസ്സിലോ ഇടതുപക്ഷത്തിലോ ഏത് ആയിക്കോട്ടെ, ഒരു സംഘടനയിലെ അണികൾ ഏതെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചു എന്ന് പറയുന്ന ഇതിനുള്ള ഉത്തരം ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാ ഉത്തരവാദിത്വം അവർ വഹിക്കണം ഇല്ല. പക്ഷേ അമ്മയ്ക്ക് മാത്രം അതൊരു അലിഖിത നിയമമായിട്ട് മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം മാധ്യമങ്ങളിൽ തന്നെ പല കേസുകളിലും കേസൊക്കെ എടുത്ത പല മാധ്യമപ്രവർത്തകരുമുണ്ട്. പക്ഷെ അവരുടെ സംഘടന ഇപ്പോഴും നേതൃത്വത്തിലൊക്കെ പലരും ഇരിക്കുന്നുമുണ്ട്. അവരുടെ സംഘടനയൊന്നും ഇതിനെതിരെ നടപടി സ്വീകരിച്ചായിട്ട് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അന്യ വീട്ടിൽ നോക്കി കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ സ്വന്തം സംഘടനയിലോ സ്വന്തം പ്രവൃത്തി മണ്ഡലത്തിലോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കണ്ണടയ്ക്കുന്നതാണ് ഇവരുടെയൊക്കെ രീതി. ഏതായാലും ഇതൊക്കെ നമുക്ക് എങ്ങനെയായി തീരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ പാവപ്പെട്ട അവശ്യ കലാകാരന്മാർക്ക് കിട്ടുന്ന കൈനീട്ടം ഒരു കാരണവശാലും മുടങ്ങരുത്. അത് മോഹൻലാലും മമ്മൂട്ടി ആയാലും മുൻകൈ എടുത്ത് അവർക്ക് കൊടുക്കാനുള്ള കാര്യമുള്ളൂ. അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര കലാകാരന്മാർക്ക് വേണമെങ്കിലും അവർ സഹായം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അവർ പലരും അറിയാതെ തന്നെ, ഇവർ രണ്ടുപേരും അറിയാതെ തന്നെ പലർക്കും സഹായം നൽകിയതായിട്ട് നമ്മൾ പലരുടെ കയ്യിൽ നിന്നും അറിയുന്നുണ്ട്, ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളവർ ഈ കൈനീട്ടം നിർത്തും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഇവർ രണ്ടുപേരും കൂടെ മുൻകൈ എടുത്ത് തുടരും. പക്ഷേ സംഘടനയുടെ കാര്യം എന്താണെന്ന് ഇനി ഗോവിന്ദ തന്നെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും മാധ്യമങ്ങളായാലും ഒരു കൂട്ടം മാധ്യമങ്ങളായാലും ഈ സംഘടനയിൽ തന്നെ പ്രവർത്തിച്ച ചിലരായാലും, ഏത് സംഘടനയിലും കുതുകാൽ വെട്ടുകാർ കൂടുതലുണ്ട്, ഈ താളമടിക്കാർ, അവർ ഏതായാലും ഇത് നല്ല രീതിയിൽ പോകുന്ന ഏത് സംഘടനയും തകർക്കുക ചില ഉദ്ദേശങ്ങളുണ്ടല്ലേ, അത് നടന്നു എന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം കേട്ടോ. ഓക്കെ, ബായ്.